പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മക്കളെ. അപ്പൊ സംഗതി ആകെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇന്നലെ റാൻസ് SSLC ഒരു ലൈവ് നമ്മൾ കൊടുത്തിരുന്നു. ലൈവ് ഇംഗ്ലീഷിന്റെ ലൈവ് കൊടുത്തിരുന്നു. ഈ ലൈവിൽ ഇന്നലെ മിനിയാന്ന് ഇന്നായിരുന്നു അതിന്റെ എക്സാം ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ എക്സാമിൽ. അപ്പൊ കൊടുത്ത സംഗതി പക്കാ അതുപോലെ വന്നു. ഇപ്പൊ എല്ലാവരും നമ്മളെടുത്താ വരുന്നത്. കാര്യം എന്താ വെച്ചാല് പിന്നെ പ്രഡിക്ഷന്റെ വീഡിയോ നോക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ നേരത്തെ വന്ന് പറഞ്ഞിട്ട് വൻ വിവാദങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോ മൈ ഡിയർ സ്റ്റുഡൻസ്, സി നമ്മൾ ഇന്നിപ്പോ മാഷ് ക്ലാസ് എടുക്കണില്ലേ, നാളത്തെ എക്സാമിന് ഏത് വരുന്നു സാറിന് ഉറപ്പിച്ച് പറഞ്ഞൂടെ? ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഞങ്ങൾ അത്രയും ഞങ്ങളെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ഞങ്ങൾ കൊടുത്ത സെയിം PPT വെച്ചിട്ടാണ് ഈ വർഷം ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്ലാസ് എടുത്തു. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങൾ തെറ്റാണോ? ഞങ്ങൾ അത് വരുന്നു ഉറപ്പിച്ച് പറഞ്ഞു. അതിന് ഞങ്ങൾ തെറ്റാണോ? അത് ഞങ്ങളെ പ്രശ്നമാണോ? അത് ഇന്നിപ്പോ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. സാർ ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നാളെ വരുന്നത് 100% ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ 100% ഉറപ്പായിട്ട് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാണ് നമ്മുടെ ഗ്രോത്ത് പോപ്പുലേഷൻ ഗ്രോത്തിലുള്ള നാളത്തെ എക്സാമിൽ തിങ്കളാഴ്ച വരുന്ന മൺഡേയിൽ വരുന്ന ഈ ക്രിസ്മസ് എക്സാമിലെ മൺഡേയിൽ വരുന്ന ക്രിസ്മസ് എക്സാമിന് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഈ മൺഡേയിൽ വരുന്ന ക്രിസ്മസ് എക്സാമിന് മക്കളെ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ ഒരു ചോദ്യം 100% വന്നിരിക്കും. 100%. എത്ര ശതമാനം? 100%. സാർ ഞാൻ യെല്ലോന്ന് എഴുതി കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ 100% വന്നിരിക്കും. ഉറപ്പാണ് കേട്ടോ, ഉറപ്പാണ് മാഷെ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്. ഒപ്പിട്ടൊടുക്കി നീ ശ്രദ്ധിച്ചോളിട്ടാ. ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇതുണ്ടല്ലോ എന്തായാലും എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കട്ടിട്ടല്ല ആൻസർ പറയേണ്ടത്. ഇത് ഞങ്ങളെ എക്സ്പീരിയൻസ് എടുത്തിട്ട് പറയാണ്. ആ സമയത്ത് കേറിക്കാണ്ട് ഞങ്ങളെ കേറി ചൊറിയാൻ വന്നാലേ ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഞങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ കക്കേണ്ട ആവശ്യം റാൻസിനൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കയറി വന്നിട്ടുള്ളത്. വളരെ വിഷമമുണ്ട് മാഷെ, നമ്മൾ അത്രയും വർഷം കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അറിയോ ഓരോ PPT തയ്യാറാക്കുന്നത്. ഇന്നിപ്പോ സാർ ഈ ടോപ്പിക് എടുത്തിക്കണോ? ഇല്ലല്ലോ. അതിന്റെ മുന്നേ നമ്മൾ പ്രഡിക്ഷൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കക്കേണ്ട ആവശ്യമില്ല. ഈ കട്ടു എന്ന് പറയുന്ന വിവാദം നടക്കുന്ന സമയത്ത് ഈ തിങ്കളാഴ്ച നടക്കാതെ എന്നെങ്ങനെയാ കക്കാൻ പറ്റുക? അപ്പൊ 100% ഗ്യാരണ്ടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇരുന്നത്. ഇന്നിപ്പോ ഈ സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഞങ്ങളെ എക്സ്പീരിയൻസ് പറയുക തന്നെ ചെയ്യും. ആർക്കേലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യട്ടെ. സി ഇത്രയൊക്കെ പറയാനുള്ളൂ മാഷെ. അപ്പൊ ഇതുപോലെ ഇന്ന് എത്ര മാർക്കിന് മാഷ് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇന്ന് നമുക്ക് ഈ ചാപ്റ്റർ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചാപ്റ്റർ. ഈ 8 മാർക്കിന് ഏത് ക്വസ്റ്റ്യനാണ് വരാന്നുള്ളത് മാഷ് പറഞ്ഞ് പഠിപ്പിച്ചാണ് തരും. ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാല് ഈ റാൻസിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോണ്ട് റാൻസിന്റെ ചാനലില് വെറുതെ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രഡിക്ഷൻ നടത്തുന്നില്ല. ഞങ്ങൾ പ്രഡിക്ഷൻ നടത്തുന്ന കുട്ടികൾക്ക് കറക്റ്റ് മനസ്സിലാവാനാണ്. കാര്യം ആ ചാപ്റ്ററിലുള്ളത് ആ ഇമ്പോർട്ടന്റ് ചോദ്യം ഒരു ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ചാപ്റ്റർ പിന്നെ എന്തിനാണ്? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കറക്റ്റ് ഞങ്ങൾ പറഞ്ഞിരിക്കും മക്കളെ, എന്ത് വന്നാലും ഞങ്ങൾ നേരിടും. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മക്കളെ, ആരെങ്കിലും ഇനി നമ്മളെ ചാനലിൽ കാണാനുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാര്യം റാൻസ് പറയുന്നതേ വരുള്ളൂ. ആകെ പ്രശ്നം മനുഷ്യനായിട്ട് ഭ്രാന്താക്കുക. എത്ര വിളി ഒരു ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്യുക, ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താ ചാനലിൽ മാഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ തലേന്ന് പറഞ്ഞല്ലോ മാഷെ. ഞാൻ 18 വർഷമായി ഈ ചാനലിൽ വർക്ക് ചെയ്യണം. ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്നത് 18 വർഷമായി. 18 വർഷത്തെ എക്സ്പീരിയൻസില് നാളത്തെ ഒരു ക്രിസ്മസ് എക്സാമിന് എന്ത് ചോദ്യം വരുന്നത് എനിക്കെന്താ പറയാൻ പറ്റാത്തത്? പിന്നെ എന്തിനാണ് നമ്മുടെ ക്ലാസ് എടുക്കേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞ് വരുന്ന ചെയ്യും. ഇനി പബ്ലിക് എക്സാമിന് ഞാൻ പറയേണ്ടതേ വരുള്ളൂ. അങ്ങനെ വന്നു കാണി എനിക്ക് കേസ് എടുക്കാൻ പറ്റും. ഞാൻ ആ ജയിലിലാണ്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം മക്കളെ, ഒരു ടെൻഷൻ അടിക്കണ്ട. റാൻസ് പറയുന്നതേ വരുള്ളൂ. ഈ മാഷ് ഇവിടെ 100% എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ട്. അടുത്ത എക്സാമിനുള്ള ചോദ്യം ഇത് വന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് പോയിക്കോളുണ്ടോ? അത്രയൊക്കെ പറയാനുള്ളൂ. അത്രയും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം യെസ്. ഇത് മനുഷ്യന് ദേഷ്യം പിടിക്കുക. ഒരു ദിവസം 1-2 കോളെല്ലാം എടുക്കാൻ പറ്റുക. ഇത് ഉള്ള കോളൊന്നായിട്ട് വന്നിട്ടാണ് മനുഷ്യനായിട്ടാണ് ഭ്രാന്ത് പിടിപ്പിക്കുക. ഞാൻ അതാ മൈക്ക് എടുത്താണ് കയറിണ്ട് വന്നത്. മാഷ് ക്ലാസ് തുടങ്ങിയപ്പോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോളൂ. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്തോളൂ കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ പഠിക്കും കേട്ടോ മാഷെ. കട്ട് കേട്ടോ. മാഷിന് എനർജി കൊടുക്കാതെ നിങ്ങളാണ്. മാക്സിമം മാഷിന് എനർജി കൊടുക്കാട്ടോ. ഇനി എന്താ പറയാനുള്ളത്? ഓക്കെ
ഈ പവറാണ് വേണ്ടത്. ഫയർ താങ്ക് യു കമന്റ് ബോക്സ് ലൈക്ക് അടിച്ചാണ്ട് ഈ റാൻസിനെ സപ്പോർട്ട് ചെയ്തിക്കാണ്ട് വിജയിപ്പിച്ചേരേണ്ടത് നിങ്ങളാണ്. കാരണം നമുക്ക് അത്ര വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ കയറി വന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഓടി വരികയാണ്. എന്തിനറിയോ, നിങ്ങൾ ലൈവ് കയറിയാണ്ടപ്പോ പഠിച്ചോണ്ട് ഒരു ദിവസം എത്ര കോൾ നിങ്ങൾ എത്ര കോൾ അറ്റൻഡ് ചെയ്യും? ഏറി പോയാലല്ലേ മാഷിന് ഒരു ദിവസം എത്ര കോൾ ഉണ്ടാവും? 5-6. അപ്പൊ 86 കോള് വന്ന് 86 കോള് ഇന്റെ ഫാമിലിയിൽ നിന്ന് ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫ്രൈഡേ ആകുമ്പോൾ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റുന്ന 86 കോള് അന്റെ ഇതിലാണല്ലോ, ചാനലിലാണല്ലോ, ഈ പ്രൊഡിക്ട് ചെയ്തോണല്ലോ, തലേന്ന് എന്നെ പറഞ്ഞല്ലോ. ഞാൻ ആ PPT കണ്ട കുട്ടികൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതിന്റെ മുന്നത്തെ ക്രിസ്മസ് എക്സാമിന് 10ാം ക്ലാസ് അക്ഷയ് സാർ, ഞാൻ 10ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞിട്ടോ, അക്ഷയ് സാറ് കഴിഞ്ഞ 10ാം ക്ലാസ്സിലെടുത്ത് സെയിം സാധനം സെയിം PPT ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ SSLC ഞാൻ ക്ലാസ് എടുത്തത്. അപ്പൊ സാധാരണ ഞങ്ങൾ റാൻസിന്റെ SSLC എന്ന് പറയുന്ന ഒരു ചാനലില്ലേ, നിങ്ങൾക്ക് അറിയുന്ന ചാനലില്ലേ, അതിൽ കുറച്ച് കുട്ടികൾ മാത്രമേ മാഷ് കേൾക്കണം, കുറച്ച് കുട്ടികൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കണ്ടമാനം കുട്ടികൾ, അതിൽ ഒരുപാട് കണക്കിന് കുട്ടികൾ എന്താണ് എന്ത് ചെയ്ത് അറിയോ, അത് വാച്ച് ചെയ്തു. എന്നിട്ട് സെയിം ക്വസ്റ്റ്യൻ അന്ന് വന്നു. എന്നിട്ട് നമ്മളിട്ടുകാണ്ട് ഭീഷണിപ്പെടുത്ത ഭീഷണി കോളുകളൊക്കെ സഹിക്കാൻ പറ്റാണ്ട് കയറി ഒന്നാണ് മാഷേ. അപ്പൊ നീ കൊടുക്ക മാക്സിമം കേട്ടോ, കത്തിക്ക. ബൈ എല്ലാരോടും.